എല്ലാ മലയാളി പ്രേക്ഷകർക്കും സുസ്വാഗതം. ക്യാപ്റ്റൻ മില്ലർ കഴിഞ്ഞുപോയ എത്രയോ മാസങ്ങളായിട്ടൊരു സിനിമാ പ്രേക്ഷകൻ ആരാധകൻ എന്ന നിലയിൽ നമ്മളൊക്കെ കാത്തിരുന്ന ധനുഷ് ചിത്രം. ധനുഷിന്റെ 47ാമത് സിനിമയാണ്. 1930കളിൽ നമ്മുടെ ഭാരതത്തിൽ നടക്കുന്ന ഒരു കഥ, അതിൻ്റെ ഒരു പീരിയോഡിക് ഡ്രാമ മോഡലാണ് ഈ സിനിമ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഈ പതിയെ കത്തിക്കേറി നമ്മുടെ ചേതനയെ, ചോദനയെ, മനസ്സിനെ, മനീഷയെ ഒക്കെ കീഴ്പ്പെടുത്തി കളയുന്ന ഒരു വമ്പൻ മേക്കിംഗ് ആണ് ഈ സിനിമ എന്ന് പറയാതെ വയ്യ. ധനുഷിന്റെ കഴിഞ്ഞുപോയ കുറേയേറെ നാളുകളുടെ പ്രയത്നം വളരെ മനോഹരമായിട്ട് ഈ സിനിമയ്ക്കകത്ത് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൂട്ടി വായിക്കുകയും വേണം. സിനിമ കൈകാര്യം ചെയ്യുന്നത് പാരജിത്തിന്റെയൊക്കെ സിനിമകൾ നമ്മൾ കാണാറുള്ളത് പോലെ തന്നെ ജാതീയതയാണ്. ഭാരതത്തിൽ കൊടികുത്തി വാണിയിരുന്ന 1930കളിലെ ബ്രിട്ടീഷ് അധിനിവേശ കാലത്തെ അതിഭീകരമായിട്ടുള്ള ജാതീയതയെ, ക്ഷേത്രപ്രവേശനത്തിന് സാധ്യമല്ലാതിരുന്ന ഒരു വലിയ സമൂഹത്തിനെ ഒക്കെ പ്രതിനിധാനം ചെയ്യുന്നൊരു സിനിമയാണ്. ഇതിന്റെ ഒരു ക്ലൈമാക്സിന് തൊട്ട് മുമ്പും ഇന്റർവെല്ലിന് തൊട്ട് മുമ്പുമായിട്ടുള്ള ചേസുകളും ഫൈറ്റുകളും ഉണ്ടല്ലോ, നിങ്ങളൊരു കാരണവശാലും മിസ് ചെയ്യരുത്. ഈ സിനിമയിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ പിടിച്ചിരുത്തുന്നത് ഇന്റർവെൽ പഞ്ചിന് തൊട്ട് മുമ്പുള്ള ഒരു 15 മിനിറ്റോളം നീളുന്ന ഇന്റർനാഷണൽ ലെവലിൽ ഷൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ആക്ഷൻ സീക്വൻസുകളാണ്. അസാധ്യമായിട്ടുള്ള മേക്കിംഗ്. ഒരു ഷോട്ട് ഏറ്റവും ആദ്യമേ പറഞ്ഞു വെച്ചിട്ട് ആ ഷോട്ടിലേക്ക് പ്രേക്ഷകനെയും സിനിമയെയും ഒരുമിച്ച് കൊണ്ടുവന്നെത്തിക്കുന്ന ഒരു മാജിക് ഈ സിനിമയ്ക്കകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. പുതിയൊരു നറേറ്റീവ് സ്റ്റൈലാണ്. ധനുഷിന്റെ മേക്കിംഗ് ആവട്ടെ, ധനുഷിന്റെ ഗെറ്റപ്പുകളാകട്ടെ, ധനുഷിന്റെ അഭിനയമാകട്ടെ, ഒക്കെയും മറ്റൊരു ലെവലിലേക്ക് പോയി എന്ന് പറയാതെ വയ്യ. സിനിമ തുടങ്ങുമ്പോൾ ഞാൻ ഈ സിനിമ തുടങ്ങുന്ന ആ സമയത്ത് ഇച്ചിരി ലാഗ് ആവുമോ, പീരിയോഡിക് ഡ്രാമയാണ് അപ്പോൾ ലാഗ് വരുമോ എന്നൊക്കെ ഇങ്ങനെ തോന്നിപ്പിക്കും. അതായത് നമ്മൾ പ്രേക്ഷകനെ തോന്നിപ്പിച്ചിട്ട് ഒറ്റയടിക്ക് കൊണ്ടങ്ങ് തിരിച്ച് മുറുക്കുന്ന ഒരു രീതിയാണ് സിനിമയുടെ സംവിധായകൻ അവലംബിച്ചിരിക്കുന്നത്. ധനുഷിന്റെ കൂടെ കുറച്ചു പേരുടെ പേര് എടുത്ത് പറയുക തന്നെ വേണം. ഈ സിനിമയെ സംബന്ധിച്ച് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന്, പ്രിയങ്ക അരുൺമോഹൻ. എന്നാ പെർഫോമൻസ്! നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വേറൊരു എക്സ്ട്രീം ലെവലിലേക്കാണ് പെർഫോമൻസ് ചെന്നെത്തി നിൽക്കുന്നത്. ശിവരാജ് കുമാർ സൂപ്പർ. എന്നുവെച്ചാൽ നമ്മൾ കണ്ടങ്ങനെ ഇരിക്കും, നമ്മൾ അറിയാണ്ട് നമ്മുടെ കൈകൾ അടിച്ചു പോകുന്ന പ്രകടനം. പിന്നെ സുദീപ് കിഷൻ, അതുപോലെ ജോൺ കൊക്കെയിൻ, നിവേദിത സതീഷൊക്കെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. അവരവരുടെ റോളുകൾ അതിമനോഹരമായി ഗംഭീരമായിട്ട് അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. പിന്നെ സിനിമയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ നീളുന്നൊരു ഛായാഗ്രഹണത്തിന്റെ മാജിക് ഉണ്ട്. അത് പീരിയോഡിക് ഡ്രാമ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സംവിധായകരും അതിന്റെ മേക്കേഴ്സും ഒക്കെ ശ്രദ്ധിക്കുന്ന അതിന്റെ വിഷ്വൽ ബ്യൂട്ടിയിൽ മാത്രമായിരിക്കില്ല, എത്രമാത്രം ആ പറയപ്പെടുന്ന കഥ ആ പീരീഡുമായിട്ട് മേക്കിംഗ് സ്റ്റൈലിൽ ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് കൂടെ നോക്കുമല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഛായാഗ്രഹണം മനോഹരമായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. സിദ്ധാർത്ഥ നൂനിയാണ് ഇതിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. സ്റ്റണ്ട് ദിലീപ് സുബ്ബരായന്റെ സ്റ്റണ്ട് എന്ന് പറയുന്നതും അതുപോലെ നാഗരൂൽ രാമചന്ദ്രന്റെ എഡിറ്റ് എന്ന് പറയുന്നത്, ഇത് രണ്ടും കൂടി നിങ്ങളെ ആക്ഷൻ സീക്വൻസുകളിൽ പിടിച്ചിരുന്നു. ഇതൊരു ഒരു സൗത്ത് ഇന്ത്യൻ സിനിമയോ അല്ലെങ്കിൽ ഒരു പാൻ ഇന്ത്യൻ സിനിമയോ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ആക്ഷൻ സീക്വൻസ് പോലെ അല്ല ഷൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. പാക്ക ഒരു ഹോളിവുഡ് ലെവൽ. ഞാൻ ഈ പറഞ്ഞ പോലെ മാറ്റ് ഫ്യൂരിയുടെ ആ ഒരു ലെവലിലൊക്കെ ഉള്ള വമ്പൻ മേക്കിംഗ് ആണ് ഇതിന്റെ സ്റ്റണ്ട് കൊറിയോഗ്രഫി എന്നത് നിങ്ങളെ അതിശയിപ്പിക്കുന്ന, ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ സിനിമയെ കുറിച്ച് ജി വി പ്രകാശ് കുമാറിനെ കുറിച്ച് സൂചിപ്പിക്കാതെ അവസാനിപ്പിക്കാൻ പറ്റില്ല. സിനിമ തുടങ്ങി ഒടുങ്ങുന്നത് വരെ ജി വി പ്രകാശ് കുമാർ നിങ്ങളുടെ ഹൃദയത്തിന് എടുത്തു സമ്മാനമാണ്. അമ്മാതിരി ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അസാധ്യമായിട്ടുള്ള പ്രകടനം, ഓരോ സീനിലും ഓരോ പാട്ടിലും അതിഗംഭീരമായി ബ്ലെൻഡ് ചെയ്ത് കിടക്കുന്ന ആ ഒരു സംഗീതത്തിനെ നിങ്ങൾ അറിയാണ്ട് നിങ്ങൾ അദ്ദേഹത്തിന്റെ ഫാനായി പോകും. പിന്നെ അല്ലെങ്കിൽ ജി വി പ്രകാശ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെയാണ്. ഏകദേശം ഒരു 157 മിനിറ്റ് ഉണ്ട് സിനിമയുടെ ദൈർഘ്യം. ധനുഷിന്റെ 47ാമത് ചിത്രമാണ്. ഈ സിനിമയ്ക്കകത്ത് ഒരു വിപ്ലവ നായകനായിട്ടാണ് ഇദ്ദേഹം എത്തുന്നത് കേട്ടോ. ധനുഷിന്റെ ഈ വർഷത്തെ ഏറ്റവും മികച്ച ആക്ഷൻ ത്രില്ലറാണ് ഈ സിനിമ എന്നത് ഈ വർഷത്തെ എന്നല്ല, കരിയർ ബെസ്റ്റുകളിൽ ഒന്ന് എന്ന് പറയേണ്ടി വരും. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്ന ഒരു തീപ്പൊരി വിപ്ലവ നായകനായിട്ട് അദ്ദേഹം എത്തുന്ന സിനിമ. അരുൺ മാതേശ്വരനാണ് ഇതിന്റെ തിരക്കഥയും സംവിധാനവും. ഞാൻ മനഃപൂർവ്വം അത് ഏറ്റവും ഒടുവിലേക്ക് വന്നതാണ്. അരുൺ മാതേശ്വരന്റെ ചിന്തകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു മേക്കിംഗ് സ്റ്റൈൽ പാൻ ഇന്ത്യൻ ഇൻഡസ്ട്രിക്ക് ഒരു നാഴികക്കല്ലാക്കി മാറ്റുന്ന ഒരു സിനിമയായിരിക്കും ക്യാപ്റ്റൻ മില്ലർ. ഒപ്പം ഇതിനകത്തൊരു പാട്ടുണ്ട്, ഈ ക്യാപ്റ്റൻ മില്ലറിനെ കുറിച്ച് പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു ഗംഭീര പാട്ട്. ഈ പാട്ടും നിങ്ങളെ വല്ലാണ്ട് ആരാധകരാക്കി മാറ്റുമെന്നൊരു സംശയമില്ല. ക്യാപ്റ്റൻ മില്ലർ ഒരു ഓൺ ടൈം വാച്ച് ഒന്നുമല്ല, റെഫറൻസ് മൂവിയാണ്. ഉറപ്പായിട്ടും കാണണം. ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. തിയേറ്ററിൽ കുടുംബവുമായിട്ട് തന്നെ പോയി കാണണം. അടുത്ത സിനിമയുടെ റിവ്യൂ ആയിട്ട് കാണാം. അതിന് മുമ്പ് ഞാൻ ഈ പറഞ്ഞതിലൊക്കെ നിങ്ങൾ തിയേറ്ററിൽ കണ്ടിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് കമ്പയർ ചെയ്തിട്ട് എനിക്ക് കമന്റ് ആയിട്ട് ഇട്ടേക്കണേ. അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ബൈ ഫ്രം ഫിറോസ്.